നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 84. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്ന് അരുളുമിതോർക്കിൽ അസത്യമുള്ളതുരുവീ. നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. മണ്ണുണ്ടെന്ന് അറിയുന്നത് പോലെയല്ല കുടമുണ്ടെന്നറിയുന്നതും. അതുകൊണ്ട് മണ്ണും കുടവും ഒരുപോലെ സത്യമാണെന്ന് പറഞ്ഞുകൂടെ? ഇപ്രകാരം ചിന്തിക്കുന്നത് വിവേചനമില്ലായ്മയുടെ ഉദാഹരണമായിട്ടെടുക്കാം. മണ്ണിന് സ്വന്തമായ രൂപമൊന്നുമില്ല. ഒരു കൂന മണ്ണായി കാണുന്നതും ഒരു ഉരുള മണ്ണായി കാണുന്നതും ഒരു കുടമായി കാണുന്നതും മണ്ണിൽ ആരോപിതമായി വരുന്ന 3 ആകാരവിശേഷങ്ങളാണ്. ആകാരഭേദമനുസരിച്ച് നാം വേറെ വേറെ പേരിട്ട് വിളിക്കുന്നു. ആവശ്യമനുസരിച്ച് ഓരോന്നിനും മൂല്യം കൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ വികാരങ്ങളെ നാം വലുതാക്കി കാണുമ്പോൾ അടിസ്ഥാന തത്വം മറഞ്ഞു പോകുന്നു. ഭൗമികമായ എല്ലാറ്റിനും ഇടം നൽകുന്ന വിസ്തൃതിയാണ് ഉർവിയുടെ ലക്ഷണം. അതിനെ നാം അറിവിൻ്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ടുവേണം ഓരോ വികാരത്തിൻ്റെയും സാപേക്ഷികത മനസ്സിലാക്കുവാൻ. സോപാധികമായ ലോകം അറിവിൽ ആരോപിതമാണ്. അറിവ് എങ്ങനെ വികാരമുള്ളതായി കാണപ്പെടുന്നു? അറിവിൽ പ്രകൃതി സ്വരൂപം അനാദികാലം മുതൽ തുടർന്നു പോകുന്നതുകൊണ്ട് അറിവിൻ്റെ ഭാവപ്രകാശം, അതായത് സത്വം, ചലനം, അതായത് രജസ്, ജാഡ്യം, അതായത് തമസ് എന്നീ ത്രൈഗുണ്യ ഭാവങ്ങൾ പരമാർത്ഥത്തിൻ്റെയും അയഥാർത്ഥത്തിൻ്റെയും ഇടയിൽ അളവറ്റ വികാരങ്ങളെ ജനിപ്പിക്കാൻ സാമർഥ്യമുള്ളവയാണ്. അവയെ വിവേചിച്ച് അറിയുവാൻ കഴിയാതെ വന്നാൽ പരമാർത്ഥ ദർശനം ഉണ്ടാവുകയില്ലെന്നു മാത്രമല്ല, വ്യവഹാരത്തിൽ തന്നെ സംഭവിക്കാവുന്ന പ്രതിഭാസങ്ങളെ കൂടി സത്യമായി കരുതി അതിൽ ഭ്രമിച്ച് അനേകം അനർത്ഥങ്ങളിൽ ചെന്ന് ചാടുവാനിടയാകും. ചുവന്ന തീനാളം കണ്ടിട്ട് ഹർഷോന്മത്തനായി അതിലേക്ക് പറന്നു ചെല്ലുന്ന ശലഭം എരിഞ്ഞു പോകുന്നു. പാറയിൽ തല ഉരുമുമ്പോൾ ഉണ്ടാകുന്ന സുഖം പാറയിൽ നിന്നും വരുന്നതായി കരുതി അതിൽ തന്നെ തലയുരുമ്മി ആന അതിൻ്റെ മസ്തകം പിളർക്കുന്നു. ചൂണ്ടലിൽ കൊരുത്തിട്ടുള്ള തീറ്റയിൽ കൊതി പൂണ്ട് അതിൽ കൊത്തുന്ന മീൻ ചൂണ്ടലിൽ കുടുങ്ങിപ്പോകുന്നു. പാമ്പാട്ടിയുടെ കുഴലൂത്തിൽ ഭ്രമിക്കുന്ന പാമ്പ് അവൻ്റെ കുട്ടയിൽ തടവുകാരനായിത്തീരുന്നു. ഇങ്ങനെയുള്ള അവിവേകത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യനും വ്യത്യസ്തനല്ല. അറിവിൽ പ്രകൃതി ഉളവാക്കുന്ന വികാരം വ്യഷ്ടിഗതമായ ബോധത്തെ പരമാർത്ഥത്തിലേക്കോ യഥാർത്ഥത്തിലേക്കോ കൊണ്ടുപോകാൻ സഹായിക്കുന്നതുപോലെ പ്രതിഭാസത്തിലേക്കും കൊണ്ടുപോയെന്നു വരാം. നമ്മുടെ ജീവിതം തികച്ചും വസ്തുനിഷ്ഠമോ ആത്മനിഷ്ഠമോ അല്ല. ധരിത്രി, ഭൂമി, പൃഥ്വി, അവനി, ഉർവി എന്നിങ്ങനെ മണ്ണിനു തന്നെ നാം പല പേരുകൾ കൊടുക്കുമ്പോൾ
ഓരോ പേരും ധ്വനിപ്പിക്കുന്നതായ പ്രതിഭ കാൽപ്പനികമായ ചില ഭാവങ്ങളെ ആശ്രയിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാറ്റിനെയും താങ്ങി നിർത്തിയിരിക്കുന്ന ആധാരം എന്ന ആശയമാണ് ധരിത്രി എന്ന ശബ്ദത്തിൽ നിന്നും ഉപപന്നമാകുന്നത്. ഓരോന്നും ഉണ്ടായി വരുവാൻ ഇടം നൽകുന്നതാണ് ഭൂമി. നാനാതരത്തിലുള്ള രത്നങ്ങൾക്കും ഔഷധികൾക്കും അതുപോലെ വിവിധ മൂല്യങ്ങൾക്കും വിളനിലമായിരിക്കുന്നതാണ് പൃഥ്വി. നമുക്ക് ആശ്രയമായിരിക്കുന്ന നിവാസസ്ഥാനമാണ് അവനി. വിശാലമായതാണ് ഉർവി. എല്ലാം വാസ്തവത്തിൽ മണ്ണു മാത്രമാണ്. ദ്രഷ്ടാവിന്റെ താൽക്കാലികമായ മനസ്സിന്റെ നിലയനുസരിച്ച് ഓരോന്നിനും പ്രാധാന്യം ലഭിക്കുന്നു. യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെയാണ് നാം എവിടെയും കാണുന്നത്. നമ്മുടെ വാസനകളെല്ലാം ഗുണാശ്രിതങ്ങളാണ്. ഗുണങ്ങൾ ഒന്നും അപ്രധാനമല്ല. സത്വം അറിവിന്റെ സംശുദ്ധിയെ പ്രതിഫലിപ്പിക്കുമ്പോൾ തമസ് ജാഡ്യത കൊണ്ട് സ്ഥൂല പ്രപഞ്ചത്തിന്റെ ആപേക്ഷികമായ സ്ഥൈതികതയെ നിലനിർത്തുന്നു. ചലനാത്മകമായ രജസ് പല പാകത്തിൽ ചിജ്ജടങ്ങളെ കലർത്തി അറിവിനെ നിറം പിടിപ്പിക്കുന്നു. ഒരു ഊർജതന്ത്രജ്ഞൻ ശരിയായ കണക്കുകൾ നിരത്തിവെച്ച് ഒരു മേശയോ കസേരയോ പരമാണുക്കളുടെ സംഘാതമാണെന്ന് തെളിയിച്ചാലും ആ പരമാണുക്കൾ ഒരു ഈച്ചക്കൂട്ടത്തെ പോലെ പറന്നു നടക്കുകയാണ്. അല്ലാതെ നാം കാണുന്ന മാതിരി ഒരു കട്ടിയായ വസ്തുവായിട്ടിരിക്കുന്നില്ല എന്ന് സിദ്ധാന്തിച്ചാലും കസേരയും മേശയും വ്യവഹാരത്തിൽ പഴയതുപോലെ തന്നെ വിലപ്പെട്ടതായിരിക്കും. ഇവിടെ വസ്തുവിന്റെ പ്രാതിഭാസികമായ ജാഡ്യത അതിലെ പരമാണുക്കളുടെ താത്വികമായ ചലനത്തേക്കാൾ സത്യമായി നാം എണ്ണിപ്പോരുന്നു. ടെലിവിഷനിൽ കാണുന്ന കേക്കും ഐസ്ക്രീമും കൈകൊണ്ട് എടുത്തു വായിലിടാൻ കഴിയുന്നില്ല. എന്നാലും അവ കാണാൻ നന്നായിരിക്കുന്നുണ്ട്. അങ്ങനെ അറിവിൽ പ്രകൃതിയുണ്ടാക്കുന്ന അളവറ്റ വികാരങ്ങളുടെ ആകെ തുകയാണ് ഈ ലോകം. ഓ